ഈ കാണുന്ന വീപ്പ് കുറ്റികളുണ്ട് ടോട്ടലായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഈ 11 വീപ്പുകളിലും ഫുള്ളായിട്ട് റബ്ബർ ലാറ്റക്സ് ആണ്. നമുക്കിത് ഒരു വീപ്പ് വിൽക്കുന്നത് ഏകദേശം 14,000 രൂപയ്ക്കാണ്. ഇത് നമുക്ക് ഈ മാസം ഇവിടെ നിന്ന് കയറിപ്പോയേണ്ട ഇവിടെ നിന്ന് കിട്ടിയ ആദായമാണ്. ടോട്ടലായിട്ട് 3.25 ഏക്കർ സ്ഥലമാണുള്ളത്. പെർ സെൻറ്റ് 35,000 രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം. ഇതിൽ ഫുള്ളായിട്ട് റബ്ബറും ഈ ഇടവിളയായിട്ട് ഫുള്ളായിട്ട് കാപ്പിയും വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ കാപ്പി വെച്ചിട്ട് ഇപ്പം ഈ വർഷം പോലെ വിളവെടുപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഇത് വളർന്ന് പന്തലിച്ച് നമുക്ക് നല്ല ഹെവി ആയിട്ട് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ആയി വരുന്നുണ്ടാവും. ഈ കാപ്പിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ളായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ടോ. ഇങ്ങനെ ഒരു കിടിലം പ്രോപ്പർട്ടി. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കൊല്ലം അഞ്ചലിന് സമീപമാണ്. അഞ്ചലെന്ന് വരുമ്പോഴത്തേക്ക് ആലഞ്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് വരുന്ന ജംഗ്ഷനാണ് ഏരൂർ ജംഗ്ഷൻ. ഏരൂർ ജംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് വരുമ്പം തന്നെ, അതായത് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 50 മീറ്റർ ഇങ്ങനെ വരുമ്പം തന്നെ വലത്തോട്ട് കാണുന്നത് പാണയം പോകുന്ന റോഡാണ്. നമുക്ക് ഏരൂർ ജംഗ്ഷനിൽ നിന്ന് 1.9 കിലോമീറ്റേഴ്സ് മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. ആ പാണയം റോഡ് വരുമ്പോൾ മേലെ പാണയത്താണ് പ്രോപ്പർട്ടി വരുന്നത്. അവിടെ വരുമ്പോഴത്തേക്ക് ഇടത്തോട്ട് അമ്മുമ്മക്കാവ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാൻ സാധിക്കും. അതൊരു കോൺക്രീറ്റ് റോഡാണ്. ആ കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് തന്നെ നമുക്ക് ഏകദേശം 200 മീറ്ററോളം ഈ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട്. ആ റോഡ് ഫ്രണ്ടേജിൽ വരുന്ന ഏരിയ ഫുള്ളായിട്ട് കരിങ്കല്ല് കെട്ട് ചെയ്ത് റീറ്റെയിനിങ് വാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു ചെറിയൊരു സ്ലോപ്പിൽ ഇങ്ങനെ വൈഡായിട്ട് പ്രോപ്പർട്ടി കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അങ്ങേ അറ്റത്ത് ഇരിക്കുന്ന റബ്ബർ വരെ കാണാൻ സാധിക്കും. പക്ഷേ ഇടയിൽ എല്ലായിടത്തും ഇതുപോലെ കാപ്പി കൃഷിയും കൂടെ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നല്ലൊരു പച്ചപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ എണ്ണപ്പന തോട്ടമാണ്. അത് 10-27,000 ഏക്കർ അങ്ങനെയും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ വല്ല ലൈഫ് സ്റ്റോക്ക് ഫാമിങ്, പോത്ത് വളർത്തലോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് ആ ഫാമിലോട്ടങ്ങ് അഴിച്ചു വിട്ടാൽ മതി. എണ്ണപ്പന തോട്ടത്തിലേക്ക് അതിനെയൊക്കെ മേയാൻ വിടാം. വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ തൊഴുത്തിൽ പിടിച്ച് കയറ്റുക. ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഇടവിളയായിട്ട് ഈ കാണുന്ന പോലെ തേനീച്ചയുടെ കുറേ പെട്ടികളും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെ ഒരു കെട്ടിടമുണ്ട്. അതിനകത്ത് വാർത്ത കെട്ടിടമാണ്. നിങ്ങൾക്ക് പണിക്കാരെയൊക്കെ താമസിപ്പിക്കണമെങ്കിൽ അവിടെ താമസിപ്പിക്കാവുന്നതാണ്. അവിടെ ടോയ്ലറ്റ് സൗകര്യം, വെള്ളത്തിനായിട്ട് കിണർ, അതുപോലെ നമ്മുടെ ഈ ലാറ്റക്സ് അല്ലാണ്ട് റബ്ബറിനെ ഷീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം, അതിനുള്ള മെഷീനും നമുക്ക് ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 35,000 രൂപയാണ്. നല്ലൊരു ഡീലാണ്. അതായത് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന പൈസ നമുക്കൊരു 5-6 വർഷം കൊണ്ട് നമുക്ക് റിട്ടേൺ എടുക്കാൻ സാധിക്കും. അതിനുശേഷം ഈ റബ്ബറൊക്കെ ഒന്ന് സ്ലോട്ടർ ചെയ്യാൻ കൊടുക്കുമ്പം തന്നെ നമുക്ക് ഏകദേശം ഫുൾ എമൗണ്ടും റിട്ടേൺ എടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണ്. റബ്ബർ ഇപ്പോൾ 8 വർഷമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു 8 വർഷം കൂടെ ഇതിൽ നിന്ന് ആദായം ലഭിക്കും. നമുക്ക് ഈ കാണുന്ന കാപ്പിയിൽ നിന്ന് നിലവിൽ നമുക്ക് ഉണക്ക കാപ്പിക്കുരുവിന് കിട്ടുന്ന വിലയെന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് 340 രൂപയാണ് കേട്ടോ. ഇത് ഓരോ മരത്തിൽ നിന്നും നമുക്ക് എങ്ങനെയായാലും ആദ്യത്തെ വിളവെടുപ്പിൽ തന്നെ ഏകദേശം 1/4 കിലോയ്ക്ക് മേളിലോട്ട് നമുക്ക് ഓരോ ചെടിയിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇനി വരും വർഷങ്ങളിൽ അതിൽ നിന്ന് നല്ലതുപോലെ കൂടുതലും വരുന്നുണ്ടാകും. കാരണം ഇനിയിപ്പോൾ ഈ ഒരു വിളവെടുപ്പ് ഇപ്പോൾ പൂത്തിരിക്കുന്ന വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഇങ്ങനെ കോതി വിടുന്നുണ്ടാവും. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വരും. അതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് വരുമാനവും കിട്ടുന്നുണ്ടാവും. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെയും കൊടുത്തിട്ടുണ്ട്.